ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു കർക്കിടക കഞ്ഞിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ജൂലൈ 15 തൊട്ട് ഓഗസ്റ്റ് 15 ഉള്ള ഒരു സമയത്തിൽ നമ്മളിത് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ ശുദ്ധീകരിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയൊക്കെ കൂട്ടുവാൻ സഹായിക്കുന്ന ഒരു കഞ്ഞിയാണിത്. അതിനുവേണ്ടി തലേദിവസം രാത്രിയിൽ ഞാൻ 1 സ്പൂൺ ഉലുവ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. രാവിലെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ എടുക്കുന്നത് ഞവര അരിയാണ്. 1/2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ, ഈ ഞവര അരി. ഈ അരി ഉപയോഗിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഗുണമുള്ളതായി മാറുന്നത്. ഇതിൻ്റെ കളർ കണ്ടു, ഇതുപോലെ ഇച്ചിരി റെഡ് കളറിലാണ് ഈ റൈസ് വരുന്നത്. ഇനി വേണ്ടത് ചെറുപയറാണ്. ഞാനിപ്പം 1/4 കപ്പ് ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട്. പകുതിയാണ് എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ അരിയുടെയും പയറിൻ്റെ അളവ്. അത് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്തതിന് ശേഷമാണ് വേവിക്കാൻ വെച്ചത്. അതിൻ്റെ കൂടെ ഉലുവയും കൂടി ചേർത്ത് പിന്നെ ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും അതുപോലെ 1 സ്പൂൺ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. അത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. പിന്നെ ഇതിനകത്തോട്ട് ചേർക്കുന്ന അളവെന്ന് പറഞ്ഞാൽ 4 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് വളരെ നന്നായിട്ട് വെന്തെടുക്കണം. അതുകൊണ്ട് നമുക്ക് കുക്കറിലാണ് വേവിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ കുക്കറിൽ വെള്ളവും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെച്ചു. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പോൾ കണ്ടോ, അരിയും പയറുമൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നോക്കിയും വെള്ളമുണ്ട് കേട്ടോ, ഇതിനകത്ത് കുറച്ച് വെള്ളം മിച്ചം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി ചേർക്കേണ്ടത് കുറച്ച് ശർക്കരയാണ്. ശർക്കര അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത്. മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇത് കുറച്ച് മധുരം മതിയെങ്കിൽ അതിൽ കുറച്ച് ചേർത്താൽ മതി. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ 1 കപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്നും കൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി എല്ലാം കൂടി യോജിച്ച് വരുന്ന ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം ഒന്ന് നല്ല രീതിയിൽ തിളപ്പിച്ച് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടി മിക്സായി കുറച്ചും കൂടി ഒന്ന് വെന്ത് കുഴഞ്ഞു വരുവേ. അതാണ് വേണ്ടത് കേട്ടോ, അതാണ് ഒരു പാകം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതിനകത്തോട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇനിയിപ്പം നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഒത്തിരി നേരം തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പത്തുനിന്ന് തീ ഓഫ് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഈ കഞ്ഞി കുടിക്കുന്നത് കൊണ്ട് നമുക്ക് ഗുണം എന്നാന്ന് വെച്ചാൽ ശരീരത്തിനെ ശുദ്ധീകരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു കഞ്ഞിയാണിത്. നമ്മളിതിനകത്തെ ആ ഐറ്റംസൊക്കെ ചേർക്കുന്നത് തന്നെ ഒരു മരുന്ന് കഞ്ഞിയുടെ രീതിയിലാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യിൽ വറുത്ത ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ നെയ്യും കൂടി വെച്ച് അതിനകത്ത് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ടതിന് ശേഷം പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കഞ്ഞിയിലോട്ട് ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രുചിയും ഗുണവും ഒന്നും കൂടി കൂടുന്നതായിരിക്കുമേ. ഇത് നിർബന്ധമില്ല ചെയ്യുന്നത്, പക്ഷേ നല്ലതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ പോഷകസമൃദ്ധമായിട്ടുള്ള കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 3 ദിവസമൊക്കെ ഒരു കോഴ്സായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ 5 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 7 പ്രാവശ്യം. അപ്പോൾ നമ്മൾ ഈ കർക്കിടകത്തിൽ വേണം ഇത് കഴിക്കാനായിട്ട്. അതാണ് കൂടുതൽ ഗുണമായിട്ട് കിട്ടുന്നത്. ഇനി അല്ലാത്തപ്പോൾ നമുക്ക് ഈ ചോറ് അതുകൊണ്ടുള്ള ഈ ഞവരയരിയുടെ റൈസ് വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും നടുവേദന അതുപോലെ നീർക്കെട്ട് ഇതൊക്കെ മാറുവാനും അതുപോലെ തന്നെ ശരീരത്തിലുള്ള അഴുക്കൊക്കെ മാറി ശുദ്ധീകരിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു ഔഷധ കഞ്ഞിയാണ് ഈ കർക്കിടക കഞ്ഞി. അപ്പോൾ ഇനി ആരെങ്കിലും കഴിച്ചിട്ടില്ല എങ്കിൽ തയ്യാറാക്കി നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി ഒരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.